ഇന്ന് ഒരു വ്യത്യസ്തമായ വിഭവമാണ്. ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഈവൻ ഗൾഫിൽ വരെ ഫേമസ് ആയിട്ടുള്ള കദ്ദു ആണ് ചെയ്യുക. ഞാൻ സൗദിയിലുണ്ടായിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കദ്ദുവാണ്. ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഈ കദ്ദു. നമ്മുടെ ഈ തന്തൂരി റൊട്ടി, ചപ്പാത്തി, ഇതിൻ്റെ കൂടെ ഭയങ്കര അസാമാന്യമായിട്ട് കോമ്പിനേഷനാണ്. കദ്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തങ്ങ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ അതിന് വേണ്ടി ഒരു മത്തങ്ങ, ഏകദേശം ഒരു 1/4 കിലോ ഉള്ള ഒരു മത്തങ്ങ കഷ്ണം അരിഞ്ഞിട്ടുണ്ട്. ചില മത്തങ്ങ നല്ല ജ്യൂസി ആയിരിക്കും, ചിലത് ഡ്രൈ ആയിരിക്കും. പ്രത്യേകിച്ച് മുറിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയാണെങ്കിൽ കുറച്ച് ഡ്രൈ ആയിരിക്കും. അതുപോലെ ഉള്ള ഒരെണ്ണമാണ് ഇത്. മുറിച്ചിട്ട് 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ഡ്രൈ ആണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട ശേഷം ഒരു 1.5 കപ്പ്, ഇപ്പോൾ ഒന്നും വേണ്ട, 1.25 കപ്പോളം കഷ്ടി ഉണ്ടായാൽ മതി. ഈ മത്തങ്ങ മുങ്ങിക്കളഞ്ഞാണ് അത്രയും വെള്ളം ഒഴിക്കും. അതിനുശേഷം പ്രഷർ കുക്കർ അടയ്ക്കുക. 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും മത്തങ്ങ വെന്തൊഴുപ്പുണ്ടാകും. 2 വിസിൽ. ഓക്കെ, വിസിൽ കഴിച്ചിട്ട് വരാം. അപ്പോൾ കദ്ദുവിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്തിൽ കയറി അതിലേക്കൊരു 3 സ്പൂണോളം എണ്ണ, ഇത് സാധാരണ കടുകെണ്ണയിലാണ് ഉണ്ടാക്കുക. കടുകെണ്ണയുടെ സ്വാദ് നമുക്ക്, അതിൻ്റെ മണവും ഒന്നും നമുക്ക് അത്ര പിടിക്കാത്തതുകൊണ്ട് നമ്മളിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും കടുകെണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിക്കും. കടുകെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിലൊരു ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കടുക് ചേർക്കും. സാധാരണ 1/2 സ്പൂൺ കടുകാണ് ഉപയോഗിക്കുക. നമ്മളിവിടെ 1.5 സ്പൂണോളം കടുക്. കടുകൊന്ന് പൊട്ടി വരാനായിട്ട് നമ്മൾ വെക്കുന്നു. കടുക് പൊട്ടി വരുമ്പോൾ തീയൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അതിലേക്ക് പെരുംജീരകം 1 സ്പൂൺ, ഒരു മീഡിയം സൈസ് സവോള നന്നായിട്ട് വഴറ്റണം. ഒരു ബ്രൗൺ നിറമാകുന്ന വരെ, ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ വഴറ്റുക. ആ വഴറ്റുന്നത് വേഗത്തിൽ ഒന്നാവാനായിട്ട് നമ്മളൊരു 1/4 സ്പൂൺ ഉപ്പെടുക്കും. നമ്മളൊരു സ്പൂൺ ഉപ്പ് നേരത്തെ മത്തങ്ങയിലിട്ടുണ്ട്. 1/4 സ്പൂൺ നമ്മൾ ടോട്ടി ഇതിനകത്തേക്ക് ഇട്ടു. ഇത്രയും മതി. ഇനി ഒന്ന് ആയി വരും. ഉള്ളിയിലേക്ക് നിറം മറിയുന്നുണ്ടെങ്കിൽ ഉള്ളി മൂട്ടു. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 തക്കാളി, ഇത്രയും സാധനങ്ങൾ ചേർക്കാം. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടയണം. നമുക്ക് അതിനെ മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറണം. ഒന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചിടും. തക്കാളിക്ക് ആയി. നിങ്ങൾ ശ്രദ്ധിക്കണം, നേരത്തെ ഉള്ളി മൂത്ത ശേഷമാണ് വെളുത്തുള്ളി ഇടുന്നത്. ഇപ്പോൾ വേണം, ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറിലേക്ക് എത്തി. തക്കാളി നല്ല വെന്തു. ആ വെളുത്തുള്ളിയുടെ കഷ്ണമൊക്കെ ഏകദേശം ആ കളറിൽ തന്നെ കിടക്കുന്നുണ്ട്. ഈ സമയത്ത്
ഒരു 2 പച്ചമുളക്, 3 പച്ചമുളക്, ഞാനിവിടെ 3 പച്ചമുളക് നീളത്തിന് മുറിച്ചിടുക. ഈ സമയത്ത് പച്ചമുളകിന് പകരം നിങ്ങൾക്ക് ഉണക്കമുളക് ഉപയോഗിക്കാം. ഉണക്കമുളക് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഉണക്കമുളക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഒരു ഇതള് വേപ്പില കൂടി ഞാൻ ചേർക്കും. ഒരു ഇതള് വേപ്പില കൂടി ചേർക്കും. ഒരു മണമുണ്ടാകും. നന്നായി നിലത്ത് എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കും. ആദ്യം മല്ലിപ്പൊടി 2 സ്പൂൺ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇനി ചേർക്കുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങ വേവിച്ചതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ ചേർക്കുന്നില്ല. പകരം മല്ലിപ്പൊടി നന്നായി ഇളക്കിയിടുക. ഇത് വെള്ളമായിട്ടല്ലാതെ ഡ്രൈ ആയിട്ടും കദ്ദു ഉണ്ടാക്കും. പക്ഷേ ഡ്രൈയേക്കാളേറെ പ്രസിദ്ധമായിട്ടുള്ളതും പ്രചാരത്തിലുള്ളതും ഇങ്ങനെ ചാറായിട്ടുള്ളതാണ്. കറി ഈ ഡ്രൈ ആയിട്ട് നമ്മൾ ഈ എന്താ പറയുക കോളിഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും. ഒരു 2 സ്പൂണ് മുളക് പൊടി ഇട്ടു. മുളക് പൊടി പെട്ടെന്ന് നോക്കുന്ന ഒരു സാധനമാണ്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ച്. ശർക്കരയ്ക്ക് പകരം ശർക്കരയുടെ സ്വാദിഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. എന്നാലും ശർക്കര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പഞ്ചസാര ഇടാം. നിങ്ങൾക്ക് 2 സ്പൂൺ പഞ്ചസാര വരെ ഇടാം. കുറച്ച് മധുരമുള്ള ഒരു സാധനമാണ്. ഈ ഉത്തരേന്ത്യക്കാര് അത് ഈ പായസം സൈഡിലേക്ക് വരുമ്പോൾ ഈ കദ്ദു ഉണ്ടാക്കുമ്പോൾ ഈ ശർക്കരയ്ക്കൊപ്പം ഒരു സാധനം കൂടി ചേർക്കും. ഉണക്ക മാങ്ങ കൂടി ഇതിനകത്ത് ചേർക്കും. മാങ്ങ ഉണക്കിയത്, പച്ചമാങ്ങ ഉണക്കിയത് കൂടി ചേർക്കണം. അപ്പോൾ ഒരു തരം പുളി രസം ഉണ്ടാകും. കാരണം പുളിയും മധുരവും ചേർന്നിട്ടുള്ള ഒരു രസമാണ് ഇതിനുണ്ടാകും. ഞാനിവിടെ ഉണക്കമാങ്ങ നമ്മുടെ കയ്യിലില്ല, ഉണക്കമാങ്ങ ഇടുന്നില്ല. പകരം ശർക്കര മാത്രമാണ് ഇടുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ വേവിച്ചെടുത്ത മത്തങ്ങ ആ വെള്ളത്തോടുകൂടി ഇതിലേക്ക് ഇടാം. ഇപ്പോൾ മത്തങ്ങ അങ്ങനെ തന്നെ ഇട്ടാണ് കിടക്കുന്നത്. ഒന്ന് ഉടയ്ക്കണം, എന്നാലാണ് അതിൻ്റെ അതിലേക്ക് എത്തുള്ളൂ. അതുപോലെ നല്ല കുറച്ച് വെള്ളമുണ്ട്. വെള്ളം കുറച്ചുകൂടി വറ്റിക്കും. ഇത്ര വെള്ളം ആവശ്യമില്ല. പക്ഷേ നിങ്ങളത് വറ്റിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇതിലിരുന്ന് തന്നെ അത് വറ്റും. ഇത് ഉടച്ച് കഴിയുമ്പോൾ മത്തങ്ങ ഉടഞ്ഞു വരുമ്പോൾ അല്പം തിക്കാവും ഈ കറി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചൂടാക്കി വറ്റിക്കുക എന്നുള്ളൊരു പരിപാടി ഇതിനകത്ത് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഈ മത്തങ്ങ ഒന്ന് ഉടച്ചു കൊടുത്താൽ. ചില ആൾക്കാർ വളരെ അപൂർവമായിട്ട് ഈ മത്തങ്ങയുടെ കൂടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കൂടി ചേർക്കും. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇതിനകത്ത് ചേർക്കും. ഇത് കുറച്ചൊന്ന് കട്ടിയാവാനായിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. കുറച്ച് കട്ടിയാവും, കണ്ടോ, കുറച്ച് കട്ടിയാവും. കുറച്ച് കട്ടിയുമാവും. അതേപോലെ തന്നെ അതിനൊരു ടേസ്റ്റ് കുറച്ച് വ്യത്യാസമാണ്. ഇതേപോലുള്ളൊരു ടേസ്റ്റ് അല്ല അതിനകത്ത് വരിക. അത് ഈ ഉരുളക്കിഴങ്ങിന് ടേസ്റ്റ് കൂടി വരും. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള സബ്ജി
എന്ന് പറയുന്ന ഒരു കറി, പച്ചക്കറികൾ കൂടി ഏകദേശം ആ കറിയുടെ നമ്മൾ പൂരിക്ക് കിട്ടുന്നൊരു മസാലയും ഏകദേശം അതുപോലെയുള്ള ഒരു ടേസ്റ്റാണ് അതിനകത്തുണ്ടാക്കുക. എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഉപ്പും മധുരവും നോക്കാം, എരിവും നോക്കാം. എരിവ് കുറച്ചുണ്ടാവും. ഇത്ര വരെ കഴിഞ്ഞാൽ കുറച്ച് നേരം ഇത് ഒന്ന് ചൂടാക്കും. ഒരു അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് തിളച്ചു വന്നു. ഇപ്പോൾ നോക്കിയാൽ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കറി എന്നിട്ടാണ്. മത്തങ്ങ കൂടുതൽ ഉടയ്ക്കുന്നതനുസരിച്ച് ഈ തിക്നെസ് നിങ്ങൾക്ക് കൂട്ടി കൊണ്ടുവരാം. വേണമെങ്കിൽ കൂടുതൽ മത്തങ്ങ ഉടച്ചത്. മത്തങ്ങ പൂർണ്ണമായിട്ട് ഉടയ്ക്കുന്ന കുറച്ച് കടിക്കാൻ വേണമെന്നുള്ളതാണ് കദ്ദൂവിൻ്റെ ഒരു ടേസ്റ്റ്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് 1/2 സ്പൂണോളം ഗരം മസാല, മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില കൂടി ഈ സമയത്ത് ഇടാം കേട്ടോ. നമ്മൾ മല്ലിയില ഇടുന്നില്ല, പകരം നമ്മളിവിടെ വേപ്പിലയാണ് ഇടുന്നത്. നേരത്തെ ഒരു ഏതലിട്ടിട്ടുണ്ട്. അത് കൂടാതെ ഒരു ഏതൽ കൂടി വേപ്പില നമ്മൾ ചേർക്കും. ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നികത്തി യോഗ്യ. ഗരം മസാല നമുക്കൊരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക സ്വാദുമൊക്കെ ഇതിനകത്ത് കിട്ടും. നികത്തി യോഗ്യ, അടച്ചു. ഇത്രയുമാണ് നിങ്ങളുടെ കദ്ദു.